ഹായ് ഗൈസ്, എൻ്റെ പേര് ശിവ. നമ്മുടെ ഈ ഒരു ചാനലാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് തുടങ്ങിയേക്കുന്ന ഒരു ചാനലായിരുന്നു. അപ്പം നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അതായത് കുറച്ച് ഇൻഫർമേഷൻസ്, അതായത് കുറച്ച് ഇൻഫോർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ ഒരു കുറച്ച് പരിപാടിയായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ നമ്മൾ വിചാരിക്കുന്നു. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ ആണെങ്കിൽ ആ ഒരു റിയാക്ഷൻ ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്ക് അവിടെ ആണെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കുറച്ച് ചെറിയ ചെറിയ വിഷയങ്ങളെ പറ്റിയിട്ട് മാത്രമുള്ള വീഡിയോസാണ് നിങ്ങളോട്ട് എനിക്ക് എത്തിക്കാൻ പറ്റുന്നത്. ആൻഡ് ഇതിനകത്തൂടെ നമ്മൾ വേൾഡ് ഫുള്ളായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്തോട്ട് ഈ ഒരു പരിപാടിയിലൂടെ ആണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ കണ്ടന്റിലോട്ട് പോകാം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഡീപ് സീയിൽ കഴിഞ്ഞിരുന്ന ഓർഫിഷ് കരയിലേക്ക് ചത്തടിച്ച് കൂടിയേക്കുന്ന കാര്യം നിങ്ങൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വാർത്തകളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഓർഫിഷിനെ കണ്ടപ്പോഴത്തേക്കും ഇത് കണ്ടിരുന്ന ആൾക്കാർ ഇത് ലിവിയത്താനാണ് എന്നും പറഞ്ഞുകൊണ്ട് പലരും ഭയപ്പെട്ടിരുന്നു. ഇങ്ങനെ ഭയപ്പെടാൻ കാര്യം മറ്റൊന്നുമില്ല, ജപ്പാൻ കഥകളിൽ പറയുന്നത് പ്രകാരം ഇങ്ങനെ ഒരു ലിവിയത്താനെ കണ്ടു കഴിഞ്ഞാൽ വേൾഡ് മുഴുവനായിട്ട് ഒരു ദുരന്തം സംഭവിക്കാനെ കൊണ്ട് അതായത് ഈ ഒരു സുനാമി പോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കഥ ജപ്പാൻ കഥകളിൽ പറയുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരും പേടിച്ചിട്ടുള്ളത്. സോ നമ്മളിവിടെ അതിനെ പറ്റിയിട്ട് മാത്രമല്ല സംസാരിക്കുന്നത്. ഗോബ്ലിൻ ഷാർക്ക്, ഏഞ്ചലർ ഫിഷ്, ജയന്റ് സ്ക്വിഡ് പോലെയുള്ള ഡീപ് സീയിൽ കഴിയുന്ന, അതായത് ആയിരക്കണക്കിന് മീറ്ററുകൾക്ക് താഴെ, അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഡീപ് സീയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഇത്തരം ജീവജാലങ്ങളാണെങ്കിൽ ചത്തടിഞ്ഞ് കരയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ കാരണമെന്നുള്ള യഥാർത്ഥ, അതായത് മിത്തോളജിക്കൽ ഫാക്ടേഴ്സ് ഒന്നും അല്ലാതെ സയന്റിഫിക് ആയിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തോട്ട് സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഓർഫിഷ്. ഓർഫിഷിനെ കാഴ്ചയിൽ പാമ്പിനെ പോലെ വളരെ നീളത്തിലുള്ള ഒരു ക്രീച്ചറാണ്. ആയിരക്കണക്കിന് മീറ്ററുകൾക്ക് താഴെ ഡീപ് സീയിൽ വസിക്കുന്ന ഈ ഒരു ക്രീച്ചറിനെ നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് മനുഷ്യന്മാർ ഈ ഒരു ക്രീച്ചറിനെ കയ്യിലെടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കുന്നത് വെറും 20 വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ്. അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഡീപ് സീയിൽ വസിക്കുന്ന ഈ ഒരു ക്രീച്ചറിനെ മനുഷ്യന്മാർ ഈ ഒരു കോൺടാക്റ്റിൽ എത്തുന്നതെന്ന് പറഞ്ഞാൽ 20 വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പോഴും ഇത്രയും 20 വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ഫാസ്റ്റ് ആയിട്ടാണ് വീണ്ടും ഇപ്പോൾ മെക്സിക്കൻ ബീച്ചിലാണ് ഈ ഒരു ഓർഫിഷ് കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ചത്തടിച്ച് കൂടിയിട്ടുള്ളത്. ഇനി ഇവിടെ രണ്ടാമത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോബ്ലിൻ ഷാർക്കാണ്. ഇത് ഗോബ്ലിൻ ഷാർക്ക് എന്ന് പറയുമ്പോൾ ഓർഫിഷിനേക്കാൾ റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീച്ചറാണ് ഈ ഒരു ഓർഫിഷ് എന്ന് പറയുന്നത്. അതായത് ഔട്ട് ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ എന്നാണ് ഇതിനെ പറയുന്നത്. കാര്യം നമ്മുടെ ഭൂമിയിൽ നമ്മൾ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമി ഉണ്ടായ കാലം തൊട്ട് ഈ ഒരു ഇവോൾവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഇവോൾവേഷൻ ഒരു രീതിയിലും സംഭവിക്കാത്ത, അല്ലെങ്കിൽ ഒരു രീതിയിലും ഇവോൾവ് ആവാത്ത ഒരു ജീവജാലം കൂടിയാണ് ഗോബ്ലിൻ ഷാർക്ക് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ഏലിയൻ എന്നുള്ള രീതിയിൽ കാണാം. കാരണം ഭൂമിയിൽ ഇങ്ങനൊരു ജീവജാലം ഉണ്ട് എന്ന് പറയുന്ന കാര്യം അത്രയും വിയർഡസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഒരു ഇവോൾവും വരാത്ത ഒരു ജീവജാലമാണ്. ആൻഡ് ഇതിനെ ഈ അടുത്താണെങ്കിൽ ഗ്രീസിലാണ് കരയിൽ ഇതുപോലെ ചത്തടിഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്തെന്താ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2023, അതായത് 2 വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ US കാലിഫോർണിയയിൽ ഫുട്ബോൾ ഫിഷ് എന്നറിയുന്ന, അല്ലെങ്കിൽ ഏഞ്ചലർ ഫിഷ് എന്നറിയപ്പെടുന്ന ഈ ഒരു ക്രീച്ചർ 3 എണ്ണമാണ് ഈ ഒരു US കാലിഫോർണിയയിൽ ചത്തടിഞ്ഞ് കൂടിയിട്ടുള്ളത്. ഇതിനകത്ത് ഈ ഒരു ഫിഷിനെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങളുടെ ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ഡീപ് സീലല്ല കഴിയുന്നത്. കാര്യം അവിടെ ഫുൾ ഇരുട്ടാണ്, ഒരു വെളിച്ചം പോലും അവിടെ എത്താത്ത ഒരു പ്രദേശമാണ്. അവിടെ ഈ ഒരു ഫിഷ് ആണെങ്കിൽ എങ്ങനെയാണ് ഇര പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തലയിലാണെങ്കിൽ ഒരു ബൾബ് പോലുള്ളൊരു സാധനമുണ്ട്. അപ്പം ഈ ഒരു ബൾബ് കത്തിച്ചിട്ട് ഈ ഒരു ബൾബ് കണ്ടിട്ട് അവിടെയുള്ള ബാക്കിയുള്ള ജീവജാലങ്ങൾ ഇത് എന്താണെന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ ഇതിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഇതിന്റെ അടുത്തേക്ക് വരുന്ന ടൈമിലാണ് ഇത് ഇര പിടിക്കുന്നത്. ഇനി രണ്ടാമത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേറ്റിംഗ് ആണ്. ഇതെങ്ങനെയാണ് മേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മെയിൽ ഏഞ്ചലർ ഫിഷ് ആണെങ്കിൽ ഫീമെയിൽ ഏഞ്ചലർ ഫിഷുമായിട്ടാണെങ്കിൽ മെർജ് ആയിട്ട് ചേർന്നിട്ട് ഇതൊരു ഒറ്റ ജീവിയായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് പുതിയൊരു ഏഞ്ചലർ ഫിഷിനാണെങ്കിൽ ജന്മം കൊടുക്കുന്നത്. കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലേ. കാരണം വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു രീതിയാണ് ഇവർ മേറ്റ് ചെയ്യുന്ന രീതിയിൽ. കാര്യം ബാക്കിയുള്ള ഒരു ജീവജാലങ്ങളും ഇങ്ങനെയല്ല മേറ്റ് ചെയ്യുന്നത്. കാര്യം നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത, നമ്മൾ ചില ഫാൻറ്റസി സിനിമകൾ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ പോലെ അനന്തഭദ്ര സിനിമയ്ക്കകത്താണെങ്കിൽ കൂട് വിട്ട് കൂടുമാറുക പോലുള്ള ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. അതായത് ഉള്ളിലുള്ള ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിൽ മെർജായി ചേരുന്ന ഒരു പ്രതിഭാസം അല്ലേ. അവിടെ ഒരു ആത്മാവാണ് അങ്ങനെ മെർജായി പോകുന്നത്. പക്ഷേ ഇവിടെ 2 ശരീരങ്ങളാണ് മെർജായിട്ട് ചേരുന്നത്. അത് ഒന്നായി മാറിക്കൊണ്ട് പുതിയൊരു ഏഞ്ചലർ ഫിഷിനാണ് ഇത് ജന്മം നൽകുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളിവിടെ ഒരു 4 ക്രീച്ചേഴ്സിനെ പറ്റി പറഞ്ഞതിൽ 4ാമത്തേതാണ് ജയന്റ് സ്ക്വിഡ്. ഈ ജയന്റ് സ്ക്വിഡിനെ ആണെങ്കിൽ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുട്ബോളിൻ്റെ അത്രയും ഉണ്ടാവും. 2023 ഇതിലെ ഒരു 4 എണ്ണത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതും വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഡീപ് സീയിൽ, അതായത് ഇത്രയും മില്യൺസ് ഓഫ് വർഷങ്ങളായിട്ട് ഡീപ് സീയിൽ കഴിയുന്ന ഈ ഒരു ജീവജാലങ്ങൾ ചത്തടിഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നത്? ഇനി നമുക്ക് അതിന്റെ കാരണങ്ങളാണ് നോക്കേണ്ടത്. ഇത്രയും വർഷങ്ങളായിട്ട് ഡീപ് സീയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീവജാലങ്ങൾ അവരുടെ എല്ലാ ഒരു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളെല്ലാം വിട്ടിട്ട്, ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതെല്ലാം വിട്ടിട്ട് അവർക്ക് അത്രത്തോളം അപകടകരമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിലൂടെ അവർ വരാനൊക്കെ ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. ആ ഒരു കാരണം എന്ന് പറയുന്നത്
നമ്മളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്ത് കാരണം ചെയ്തു, നമ്മൾ എന്ത് തെറ്റ് ചെയ്തെന്നുള്ളത്. ഇപ്പം ഡീപ് സീലയുടെ അല്ലെങ്കിൽ ഈ ഒരു ആഴങ്ങളിലോട്ട് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവിടെ ആണെങ്കിൽ ഈ പറയുന്ന ഓയിലിൻ്റെ പ്രസൻസും അതേപോലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവരുടെ ആണെങ്കിൽ ആ ഒരു ലൈഫ്സിനെ ഒരുപാട് വലിയ രീതിയിൽ തന്നെ ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് അവിടെ നമ്മൾ കാരണം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം അവരുടെ ആണെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡീപ് സീ ആണ്. അവിടെ സൂര്യപ്രകാശം ഒരു രീതിയിൽ അവിടെ എത്താത്ത ഒരു മേഖലയാണ്. അതായത് നമ്മുടെ ഒരു കടലിൻ്റെ 1000 മീറ്ററുകൾക്ക് ശേഷം പോയി കഴിഞ്ഞാൽ അതിനെ ട്വിലൈറ്റ് സോൺ എന്നും മിഡ് നൈറ്റ് സോൺ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പം ഇതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വെളിച്ചമെന്ന് പറയുന്ന കാര്യം ഇല്ലാത്തൊരു മേഖലയാണ്. സോ അത്രത്തോളം ഉള്ളൊരു മേഖലയിലാണ് ഈ ഒരു ജീവജാലങ്ങളെല്ലാം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ 2 മുതൽ 4 ഡിഗ്രി വരെ സെൽഷ്യസിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വർഷങ്ങളായിട്ട്, ഒരുപാട് മില്യൺസ് ഓഫ് വർഷങ്ങളായിട്ട് ഇതേ രീതിയിൽ തന്നെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഓക്സിജൻ വളരെ കുറവായിട്ടുള്ളൊരു ഓക്സിജൻ ആയിരിക്കും. തീർച്ചയായിട്ടും ഇത്രയും ഭൂമിക്കടിയിലാകുമ്പോഴത്തേക്കിനും അവിടുത്തെ ഓക്സിജൻ്റെ അളവ് തീർച്ചയായിട്ടും വളരെ കുറവായിരിക്കും. ആൻഡ് ഇത് വളരെ സ്റ്റേബിളുമാണ്. മാത്രമല്ല അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ വലുതായിട്ടുള്ളൊരു പ്രഷറാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു രീതിയിൽ അവിടെ പോയിട്ട് ഒരു 5 സെക്കൻഡ് പോലും നമുക്ക് വെറുതെ നിൽക്കാൻ പറ്റില്ല. അപ്പോഴേ നമ്മുടെ ശരീരം ചിതറി പോകും. കാര്യം ടൈറ്റൻ എന്ന് പറയുന്ന ടൈറ്റാനിക്കിനെ പറ്റിയിട്ട് പഠിക്കാൻ പോയിട്ടുള്ള ആ ഒരു ഷിപ്പിന് എന്താണ് സംഭവിച്ചത്, അത് ഇങ്ങനെ പൊട്ടിത്തെറിച്ച ആ ഒരു പ്രഷർ കാരണമാണ്. അതിനെപ്പറ്റിയുള്ള നമ്മൾ മുമ്പ് വാർത്തകളിലൂടെ ഒക്കെ കേട്ടിട്ടുള്ളതാണ്. സോ ഇങ്ങനെ ആ ഒരു ജീവിത ശൈലിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ക്രീച്ചേഴ്സ് വെളിയിൽ വരാനൊരു കാരണമായിട്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കിന് ഇപ്പോൾ ആ ഒരു ഡീപ് സീയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അതേപോലെയുള്ള ഓയിലിൻ്റെ ഒക്കെ ആണെങ്കിൽ സാന്നിധ്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. സോ ഇതൊക്കെ അവരുടെ ആണെങ്കിൽ ആ ഒരു ജീവിച്ച് വന്നുകൊണ്ടിരുന്ന ആ ഒരു ജീവിത ശൈലിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരെ ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും തന്നെയാണ് കാരണം. കാര്യം നമ്മളെല്ലാം വെറുതെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ, എന്തിനേറെ പറയാം, നമ്മൾ രാവിലെ പല്ല് വെക്കുന്ന ബ്രഷില്ലേ, ഈ ബ്രഷ് പ്ലാസ്റ്റിക് അല്ലേ, ഇതൊക്കെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്നത് അവസാനം എത്തപ്പെടുന്നത് ഇതേ കടലിലേക്ക് തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാരണമാണ് നോയിസ് പൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഡീപ് സീൽ എവിടെ നിന്നാണ് നോയിസ് പൊല്യൂഷൻ? അത് മറ്റെവിടുന്നുമല്ല, ഇവിടെ പെട്രോളിയം, അതായത് പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുഴിച്ചെടുക്കാനെ കൊണ്ട് അവിടെ കടലിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന റിഗുകളില്ലേ, അപ്പം ഈ ഒരു റിഗുകളിൽ നടക്കുന്ന വർക്കിന്റെ ഭാഗമായിട്ട് നടക്കുന്ന വലിയ നോയിസ് അവരെ നല്ല രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അടുത്തൊരു കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഓക്സിജൻ ആണ്. അവിടുത്തെ ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണമാണ്. ഏകദേശം 2% അവിടുത്തെ ഓക്സിജൻ കുറഞ്ഞു എന്നുള്ളതാണ് കണക്കുകളൊക്കെ പറയുന്നത്. ഇതിനും കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. കാരണം ഗ്ലോബൽ വാർമിംഗ്, കാര്യം നമ്മൾ ഇവിടെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളുമാണ് അവരെ കൂടെ ബാധിക്കുന്നത്. അതായത് ഡീപ് സീയിൽ സേഫായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന അവരെ പോലും ബാധിക്കാൻ നമ്മൾ കാരണമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മുടെ ഭൂമി മുഴുവൻ ചുട്ടു പഴുകുമ്പോഴത്തേക്കിന് ജലാശയങ്ങളിലൊക്കെ ആണെങ്കിൽ ഏകദേശം 1.5 ഡിഗ്രി സെൽഷ്യസോളം ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഡീപ് സീയിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് ഏകദേശം 0.5% ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഈ ചൂട് വർദ്ധിക്കുന്നത് കാരണം, വെള്ളത്തിലെ ചൂട് വർദ്ധിക്കുന്നത് കാരണം അവിടുത്തെ ഓക്സിജന്റെ അളവ് കുറയ്ക്കാനെ കൊണ്ട് കാരണമായിട്ടുണ്ട്. അതിനും കാരണം നമ്മളാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അതിനും കാരണമായിട്ടുള്ളത്. ആക്ച്വലി ഒരു ഡീപ് ഓഷനെ പൊല്യൂട്ട് ആക്കുന്നത് നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. സോ എന്താണ് ഇതിൻ്റെ ഉള്ളൊരു സൊല്യൂഷൻ? ആൻഡ് നമ്മൾ മേൽ പറഞ്ഞത് മാത്രമാണ് ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇന്റർനെറ്റിലെ ആർട്ടിക്കിളിലൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് ഇതിന്റെ റീസൺസ് എന്നുള്ളത് തന്നെയാണ്. ആൻഡ് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ മനുഷ്യന്മാരുടെ ടെക്നോളജീസ് നമ്മുടെ സ്പേസിലുള്ള കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനെ കൊണ്ട് അത്രത്തോളം വളർന്നിട്ടുണ്ട്. എന്തിനാണ് പറയുന്നത്, ചൊവ്വയിലുള്ള റൂട്ട് മാപ്പ് പോലും അവിടുത്തെ മാപ്പ് വരെ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഭൂമിയിലുള്ള കടലിൻ്റെ അടിത്തട്ടിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇതുവരെ നമുക്ക് എല്ലാവർക്കും എന്താണ് അതിനകത്തൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കൊന്നും ഡീപ്പായിട്ട് നമുക്ക് അറിയത്തില്ല. കാര്യം നമ്മൾ സ്പേസ് എക്സ്പ്ലോർ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള ഈ ഒരു ഓഷൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് തന്നെയാണ്. ഇപ്പം അറിയാം ആ ഒരു ടൈറ്റൻ പോയപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള ആ ഒരു വെല്ലുവിളികൾ അറിയാം. സോ അതുപോലുള്ള വെല്ലുവിളികളും അതുപോലെ നമ്മുടെ ഒരു സ്പേസിലോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ വെല്ലുവിളികളാണ് നമ്മുടെ ഒരു ഓഷനിലുള്ളത്. കാര്യം മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടെക്നോളജി ഭൂമിക്കുള്ള, അതായത് ഈ ഒരു ഡീപ്സിലോട്ട് പോകാനും മാത്രമുള്ള ടെക്നോളജി വളർന്നിട്ടില്ല എന്നുള്ളത് ഒരു കാരണമാണ്. ആൻഡ് ഈ മേൽ പറഞ്ഞ ആ ഒരു ക്രീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണണമെന്ന് തോന്നിയത് എന്തിനാണ്? എൻ്റെ അടുത്ത് ചോദിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു ഗോബ്ലിൻ ഷാർക്കിനെ ആയിരിക്കും പറയാം. കാര്യം മറ്റൊന്നുമല്ല, ഇത്രയും മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ടും ഇവിടെ ഒരു ഇവോൾവേഷനും ബാധിക്കാത്ത ഒരു ക്രീച്ചർ അല്ലേ? കാര്യം നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെ ആണെങ്കിൽ എത്രത്തോളം ഇവോൾവ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ മനുഷ്യന്മാർ ഇപ്പോഴത്തെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കാണുന്നത്. സോ അത് ഭൂമിയുടെ തുടക്കത്തിലുള്ള നമ്മുടെ ഈ ഒരു ഡിനോസറിൻ്റെ ഒക്കെ കാലത്തിലുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അന്ന് മുതലുള്ള ഒരു ചേഞ്ചും വരാത്ത ഒരു ക്രിയേച്ചേഴ്സ് ആണ് ആ ഒരു ഡീപ് സീൽ കഴിയുന്ന ഇത്തരം ഈ ഒരു ഷാർക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തിനാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. ശരി, ബൈ.